Hello friends, എല്ലാവർക്കും നമ്മുടെ ടെക്നിക്കൽ ബ്രൗസർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ക്യാമറേൻ്റെ ക്ലിയർ കുറച്ച് കുറവുണ്ടാകും. ഞാൻ വേറൊരു ഫോണിൽ നിന്നാണ് ഇപ്പോൾ എടുക്കുന്നത്. ക്യാമറേൻ്റെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഇൻട്രോ ക്രിയേറ്റ് ചെയ്യാം. ഒരു ആപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കൈൻ മാസ്റ്ററോ അല്ലെങ്കിൽ മറ്റേ ഇൻട്രോ ആപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ അടിപൊളി ഒരു പ്രൊഫഷണൽ ലുക്കുള്ള ഒരു ഇൻട്രോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു 3D ആയിട്ടുള്ളൊരു ഇൻട്രോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് കണ്ടിട്ടുണ്ടാവും ഒരു ഇൻട്രോ, അത് ഞാൻ ആ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ആദ്യം പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ഇങ്ങനെ മൂഡ് പോക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു വെബ്സൈറ്റാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്താൽ എനിക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അപ്പോൾ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണാൻ പറ്റും. ആ ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വീഡിയോ, ലോഗോ, മോക്കപ്പ് വെബ്സൈറ്റ് എന്ന് കാണാൻ പറ്റും. ഇതൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും, വെബ്സൈറ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമുക്കിപ്പോൾ വീഡിയോ ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ വീഡിയോ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് വീഡിയോസൊക്കെ കാണാൻ പറ്റും, വീഡിയോൻ്റെ ടെംപ്ലേറ്റ്സൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ സെലക്ട് കാറ്റഗറിയിൽ അവിടെ ഒരു കറുത്ത കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആനിമേഷൻ, വീഡിയോസ്, ഇൻട്രോ ആൻഡ് ലോഗോസ്, സ്ലൈഡ് ഷോ, സ്ക്രീൻ പ്രസൻറ്റേഷൻ, മ്യൂസിക്, വിഷ്വലൈസേഷൻ കാണാൻ പറ്റും. അതിൽ നമുക്ക് വേണ്ടത് ഇൻട്രോ ആൻഡ് ലോഗോസ് ആണ്. വേറെ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് ലോഗോസ്, ഇൻട്രോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ, ഒരുപാട് ഇൻട്രോസൊക്കെ ഇതിലുണ്ട്. ഞാനിപ്പോൾ ഇതിൽ എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇൻട്രോ ആണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ആണെങ്കിൽ സ്ക്രോൾ ചെയ്തിട്ട് താഴെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ഇത് പ്ലേ ചെയ്ത് നോക്കാം. ആദ്യം ഞാനിപ്പോൾ പ്ലേ ചെയ്യുന്നില്ല, താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ക്രിയേറ്റ് നൗ എന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ താഴോട്ടാക്കിയിട്ട് ഒരുപാട് ഇൻട്രോസൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ ക്രിയേറ്റ് നോ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഇൻ്റർഫേസ് വരും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗോ ക്ലിക്ക് ചെയ്തിട്ട് ലോഗോ വെക്കാം. അതുപോലെ തന്നെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ നെയിമും വെക്കാം, ടെക്സ്റ്റ് ആഡ് ചെയ്യാം, ഇമേജ് എഡിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ലെയർ, മ്യൂസിക് ആഡ് ചെയ്യാം. അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ തന്നെ ഒരുപാട് മ്യൂസിക് തരും. അപ്പോൾ നിങ്ങൾ ലോഗോ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കാണാൻ പറ്റും അപ്ലോഡ് മീഡിയ ലൈബ്രറി, ഇമേജ്, ക്രിയേറ്റ് ലോഗോ എന്ന്. അപ്പോൾ അപ്ലോഡ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ നിന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് സൈൻ ഇൻ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ ഒരു അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ആ ഒരു ലോഗോ ഒന്നും കൂടി ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും അപ്ലോഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലോഗോ നിങ്ങൾ എടുത്തിട്ട് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അവിടെ നിങ്ങൾക്ക് സ്കെയിൽ കാണാൻ പറ്റും. സ്കെയിൽ കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് വരിപ്പിക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ പേര് അവിടെ ഉണ്ടായതുകൊണ്ട് ഞാനിപ്പോൾ ടെക്സ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല. എന്നിട്ട് നിങ്ങൾക്ക് മ്യൂസിക് എടുക്കണമെങ്കിൽ മ്യൂസിക് എടുക്കാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ പ്ലേ ബട്ടൺ കാണാൻ പറ്റും. ആ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യാൻ പറ്റും. ഫ്രീ പ്രിവ്യൂ എന്നും കാണാൻ പറ്റും, HD എക്സ്പോർട്ട് കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് 360 പീക്ക് ക്വാളിറ്റിയും എക്സ്പോർട്ട് 2 മിനിറ്റും വാട്ടർമാർക്കും ഉണ്ട്. അതാണ് എൻ്റെ മെയിൻ പ്രോബ്ലം. ഹൈ ക്വാളിറ്റി ആണെങ്കിൽ HD ആയിട്ടുള്ള കിട്ടും. 4 മിനിറ്റ് എക്സ്പോർട്ടിങ്ങും നോ വാട്ടർമാർക്കും ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഫ്രീ പ്രിവ്യൂ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസിന് ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ എക്സ്പോർട്ട് ചെയ്യാനൊന്നും എനിക്ക് തോന്നുന്നു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് എക്സ്പോർട്ട് ചെയ്ത് കഴിയും. നിങ്ങൾക്ക് ഇവിടെ എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും അപ്പോൺ ഫിഷിംഗ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞില്ല. അതിൽ ഇമെയിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇമെയിലിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്, കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരുപാട് ഓപ്ഷൻ കാണാൻ പറ്റും. അവിടേക്ക് വാട്ടർമാർക്കും കാണാൻ പറ്റും. അവിടെ വീഡിയോ ക്വാളിറ്റിയും ഡൗൺലോഡ് ബട്ടണും കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം. 360 HD 720 HD 180 ഉണ്ട്. പക്ഷേ അതിനൊക്കെ പൈസ കൊടുക്കണം. 360 ആണ് ഇപ്പം ഇതുള്ളത്. നിങ്ങൾക്ക് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റും ഡൗൺലോഡ് ആകുന്നുണ്ട്. ആ ഡൗൺലോഡ് ആകുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാനൊന്ന് പ്ലേ ചെയ്തിട്ട് കാണിച്ചു തരുന്നുണ്ട്. കാണാം, ഇതാണ് അടിപൊളി ഒരു ഇൻട്രോ ആണിത്. അപ്പോൾ കണ്ടില്ലേ, അതൊരു അടിപൊളി സംഭവമാണ്. ഇത്രയേ ഉള്ളൂ. ഇൻട്രോ ഉണ്ടാക്കാൻ ഇത്ര സിമ്പിളായിട്ട് ഇൻട്രോ ഉണ്ടാക്കാം. പക്ഷേ വാട്ടർമാർക്ക് ഉണ്ടാവുമെന്ന് മാത്രം. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മരണമാസ് ഇൻട്രോസ് ആണ് ഇതിലുള്ളത്. അതായത് 3D ലുക്കുള്ള ഒരു പ്രൊഫഷണൽ ലുക്കുള്ള ഒരു ഇൻട്രോസ് ആണ് ഇതിലുള്ളത്. കണ്ടിട്ട് ഒരുപാട് ഇൻട്രോകൾ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോഗോ ആണെങ്കിൽ ലോഗോവും ഈ പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വെബ്സൈറ്റും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഇൻട്രോ ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിലും ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിലും അതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ വെബ്സൈറ്റ് വെബ്സൈറ്റിൻ്റെ ഒരു വാട്ടർമാർക്ക് ഉണ്ടാവും.
ആ വാട്ടർമാർക്കിന് കൂടി ഞാൻ എങ്ങനെ പോക്കാമെന്നും കൂടി ഈ വീഡിയോ പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് കൈൻമാസ്റ്റർ പ്രോ ആപ്ലിക്കേഷനാണ്, കൈൻമാസ്റ്റർ മോഡ് ആപ്പിക്കാണ്, കൈൻമാസ്റ്റർ മോഡ് ആപ്പിക്കാണ്. അതിൽ നിങ്ങൾക്ക് ഇവിടെ കൈൻമാസ്റ്റർ നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മെയ്ഡ് വിത്ത് കൈൻമാസ്റ്റർ എന്ന് കാണാൻ പറ്റും. ഈ പറഞ്ഞുള്ള മോഡ് ആപ്പിക്കയിൽ കൈൻമാസ്റ്ററിൽ ആ ഒരു മെയ്ഡ് വിത്ത് കൈൻമാസ്റ്റർ എന്നുള്ള ആ ഒരു വാട്ടർമാർക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ അതും കൂടി ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കൈൻമാസ്റ്റർ എന്ന പ്രോ മോഡ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഇൻ്റർഫേസ് വരും. ഇവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ 16:9, 9:16, 1:1 കാണാൻ പറ്റും. യൂട്യൂബിന് 16:9 ആണ്. അപ്പോൾ ഞാൻ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ആ ഒരു ഇൻട്രോ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരുപാട് ഇൻട്രോ എടുത്തിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഞാനൊന്ന് പ്ലേ ചെയ്തിട്ട് കാണിച്ചിരുന്നു. നേരത്തെ ആ ഒരു ഇൻട്രോ തന്നെയാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വാട്ടർമാർക്ക് പോക്കോന്ന് വെച്ചാൽ അതിൻ്റെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അത് പക്ഷേ ബ്ലർ ചെയ്യുന്നയോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് കൈൻമാസ്റ്റർ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ കുറച്ച് സൂം ചെയ്തിട്ട് ക്രോപ്പ് ചെയ്യുന്നല്ല, പക്ഷേ ഒന്ന് സൂം ചെയ്തിട്ട് റെഡിയാക്കുന്ന ഒരു സംഭവമാണ്. അതിനുവേണ്ടി നിങ്ങളെന്ന് വെച്ചാൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ രണ്ടാമതായിട്ട് കട്ട് തന്നെ ചെയ്തിട്ട് അപ്പുറത്ത് കണ്ടില്ല ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് പൊസിഷൻ അല്ല, ഇപ്പം ഫസ്റ്റ് തെറ്റി പോയിട്ടുണ്ട്. എൻ്റെ പൊസിഷനാണ് നിങ്ങൾ എടുക്കേണ്ടത്. കാരണം എൻ്റെ പൊസിഷൻ എടുത്തിട്ട് കറക്റ്റ് ആ ഒരു രീതിയിൽ കണ്ടില്ല കറക്റ്റ് നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് അവിടെയുള്ള 2 ഈക്വൽ ബട്ടൺ കാണാൻ പറ്റും. ആ ഈക്വൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് രണ്ടിലും അങ്ങനെ തന്നെ ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾ ഇതാണ് സിമ്പിളാണ്. ഇപ്പോൾ വാട്ടർമാർക്ക് ഇല്ലാണ്ട് കറക്റ്റ് കിട്ടും. ഇതൊരു ട്രിക്കാണ്. അല്ലാതെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ അപ്പുറത്തൊരു സ്ക്രീൻഷോട്ടിൻ്റെ ആട്ടം കാണും. അത് ക്ലിക്ക് ചെയ്തിട്ട് ക്യാപ്ചർ ആൻഡ് സേവ് ലെയർ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് താഴെ ലെയർ വന്നിട്ടുണ്ടാകും. അത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്പുറത്ത് ഭാഗം ഫില്ലായിട്ട് കറക്റ്റ് ആക്കുക. എന്നിട്ട് നിങ്ങൾ കുറച്ച് സൂം ചെയ്ത് കറക്റ്റ് ആക്കുക. എന്നിട്ട് നിങ്ങൾ അവിടെ നിങ്ങൾക്ക് ഒരു താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ക്രോപ്പിംഗ് കാണാൻ പറ്റും. ആ ക്രോപ്പിംഗ് ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യുക. അപ്പുറത്തെ ഭാഗം എങ്ങനെയാണോ ഉള്ളത് അതുപോലെ ഞാനിപ്പോൾ ക്രോപ്പ് ചെയ്യുന്ന പോലെ ക്രോപ്പ് ചെയ്യാം. എന്നിട്ട് ആ റൊട്ടേറ്റിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. പക്ഷേ ഈ ഒരു ഇൻട്രോന് ഞാൻ ഇപ്പം പറഞ്ഞിട്ടുള്ള ഈ ഇൻട്രോന് അത് ചേരുന്നില്ല. ചില ഇൻട്രോ ഉണ്ടാവും അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ഒരേ രീതിയിൽ. വേറെ ആനിമേഷൻ ഇല്ലാത്ത ഇൻട്രോ ആണെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ട്രിക്ക് കുറച്ച് കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം ഇപ്പം പറഞ്ഞ പോലെ തന്നെ ആ ഒരു കട്ട് ചെയ്ത ഭാഗം എടുത്തിട്ട് ഇവിടെ ഈ ഇൻട്രോൻ്റെ ആ ഒരു വാട്ടർമാർക്കിൻ്റെ സ്ഥലത്ത് വെച്ച് കൊടുക്കുക. കണ്ടില്ല, ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടി പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടും. ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണാൻ പറ്റും ഈ ഒരു ഇൻട്രോന് ഇതൊന്നും ചെയ്യുന്നില്ല. കാരണം ഈ ഒരു ഇൻട്രോ ഒരു വശത്ത് തന്നെ ഒരു വേറെ രീതിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഇൻട്രോനൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും. വൈറ്റ് കളറിലൊക്കെ കറക്റ്റ് കിട്ടും. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇൻട്രോനൊക്കെ കിട്ടത്തില്ല, സൂമി തന്നെ വേണം. അപ്പോൾ ഇങ്ങനത്തെ ഇൻട്രോസിനും നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ട്രിക്ക്, അതായത് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ക്യാപ്ചർ ആൻഡ് ആഡ് ആസ് ലെയർ ഇപ്പോൾ കണ്ടില്ല അതുപോലെ കറക്റ്റ് കിട്ടും. ഫെദറൊക്കെ കൂട്ടി. പക്ഷേ കുറച്ചൊരു കുഴപ്പങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ കുറച്ച് അഡ്ജസ്റ്റൊക്കെ ചെയ്തിട്ട് കറക്റ്റ് കിട്ടും. അപ്പോൾ ഫെദറൊക്കെ കുറച്ചിട്ട് മാസ്ക് ക്രോപ്പിങ്ങിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെയാണ് സാധാരണ ആക്കൽ. പക്ഷേ കറക്റ്റ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷമിക്കുക. ഫുള്ളായിട്ട് കറക്റ്റ് വാട്ടർമാർക്ക് ഇല്ലാണ്ട് കിട്ടണമെങ്കിൽ കുറച്ച് പൈസയൊക്കെ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആ കൈൻമാസ്റ്ററിലെ വീഡിയോ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ ഒരു ഷെയർ ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതായത് ഞാൻ യൂട്യൂബ് ചാനലിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള കൈൻമാസ്റ്റർ മോഡ് ആപ്പിക്കാണ്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് കൈൻമാസ്റ്റർ എന്ന് പറഞ്ഞുള്ള ഈ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു, 3 കാര്യം പറഞ്ഞു തന്നു. അപ്പോൾ ഒന്ന്, നിങ്ങൾക്ക് എങ്ങനെ ഇൻട്രോ ക്രിയേറ്റ് ചെയ്യാം, ആപ്ലിക്കേഷൻ ഇല്ലാതെ എങ്ങനെ ഇൻട്രോ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇൻട്രോ മാത്രമല്ല, ലോഗോ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ രണ്ടാമത് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ഈ ഒരു ഇൻട്രോയിലുള്ള വാട്ടർമാർക്ക് എങ്ങനെ ഒഴിവാക്കാമെന്നും കൂടി പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ കൂടി പറഞ്ഞു തന്നു. 3 വീഡിയോ ഞാൻ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ ഇതൊക്കെ ഒരു വീഡിയോ തന്നെ ചെയ്തു തന്നു, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് വേണം. കാരണം ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഒരുപാടെന്ന് വെച്ചാൽ മലയാളികൾ തന്നെ ഒരുപാട് പേർ ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ ലോക്ക്ഡൗൺ കാലത്താണ് ഒരുപാട് പേർ ഇപ്പോൾ
യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഇൻട്രോ വേണ്ടവർക്കൊക്കെ നിങ്ങൾ ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ ഒരുപാട് വീഡിയോസ് ഞാൻ ഇങ്ങനത്തെ ചെയ്യുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൽ അപ്പുറത്തുള്ളൊരു ബെല്ലൈക്കൻ കാണാൻ പറ്റും. ആ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് കാണാൻ പറ്റും. ആ ഓൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾ സാധാരണ നിങ്ങൾ വാട്സപ്പിലൊക്കെ മെസ്സേജ് നോട്ടിഫിക്കേഷനായിട്ട് വരുന്ന പോലെ യൂട്യൂബിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.